അപ്പോൾ കേസ് ഞാൻ നിങ്ങൾക്ക് പകൽപൂരം കഴിയുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞും കാണിച്ചു തന്നു. ഇനി ഞാൻ ഈ പൂരത്തിനെ പറ്റി പറയാം. ആൻഡ് ഞാൻ കേട്ടത് വെച്ചിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പകൽപൂരം കേട്ടോ കാവശ്ശേരി പൂരം. പറഞ്ഞ പോലെ തന്നെ കേസ് ആ മൂന്നാമത്തെ വെടിക്കെട്ടിനെ കുറിച്ച് ഒന്നും പറയില്ല. ഇത് വെടിക്കെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ കേട്ടോ. ആ പൊടിയിൽ ഇങ്ങനെ വന്നു, കാരണം അത്രയും നല്ല, ഐ തിങ്ക് ഞങ്ങൾ നിന്ന നില അടക്കം കുലുങ്ങും, അമ്മാരി വെടിക്കെട്ട്. അത് കഴിഞ്ഞ് പോകുമ്പോൾ കേസ് ആനയെല്ലാം നിരന്ന് സുന്ദര കുട്ടപ്പന്മാരായി നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴുള്ള റോഡിലെ തിരക്കാ കേസത്. കാലൊന്ന് നീട്ടി വെക്കാൻ പോലും ഉള്ള സ്ഥലവും ഇല്ല. ഇങ്ങനെ പിച്ച വെച്ച് വേണം പോകാൻ. കണ്ടോ ഫോണെല്ലാം ഇങ്ങനെ ആരോ ഇടയിലൂടെയല്ല ഞാൻ പിടിക്കുന്നത്, അമ്മാര് തിരക്ക്. നിങ്ങൾ ആലോചിക്കണം, നട്ടുച്ച പൊരിയും വെയിലത്ത് പൊള്ളും. ആ വെയിലത്തും ഇത്രയും ആൾക്കാർ വരണമെങ്കിൽ ആ പൂരത്തിൻ്റെ ലെവൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ വൈകുന്നേരം അപ്പോൾ പിന്നെയും കുളിക്കാൻ. ആൻഡ് ഗേസ് ഇതായിരുന്നു രാത്രിത്തെ. അതിനെക്കുറിച്ചും പറയാനില്ല. ഇത് ഞാൻ പകൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, എന്ന് രാത്രി കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ രാത്രി അത് കാണുന്ന സൂപ്പറാണ്. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം നിന്ന് അപ്പോഴേക്ക് ആനകളെല്ലാം നടന്ന് ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്.